മാൽ സദസ്സിന് നമസ്കാരം. ബഹുമാനപ്പെട്ട രൂപതാധ്യക്ഷൻ മാർപ്പോളി പിതാവേ, വൈദികരെ, സന്യസ്തരെ, സ്നേഹം നിറഞ്ഞ മത അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:2 പറയുന്നത് പോലെ അന്ധകാരത്തിൽ കരിഞ്ഞ ജനം മഹത്തായ ഒരു പ്രകാശം കണ്ടു. കൂരിയൂട്ടിന്റെ ദേശത്ത് വസ്തുവിന്റെ ഇടയിൽ പ്രകാശം ഉദിച്ചു. ആ ഉദയം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉദയമായിരുന്നു. കാത്തിരിപ്പിന്റെ, കാലിത്തൊഴുത്തിന്റെ, കാഴ്ചദ്രവ്യങ്ങളുടെ, കളികളെ മേയിച്ചവരുടെ, കുഞ്ഞു പൈതങ്ങളുടെ, കുരുതി കൊടുക്കപ്പെട്ടവരുടെ, ജ്ഞാനികളുടെ, ഇപ്പൊ നിറഞ്ഞവരുടെ കഥ പറയുന്ന മാസമാണ് ഡിസംബർ. എല്ലാ കഥകളും വിരൽ ചൂണ്ടുന്നത് കാലത്തൊട്ടിൽ പറഞ്ഞ രക്ഷകന്റെ നേർക്കാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ എപ്രകാരം നമുക്ക് ക്രിസ്മസ് ആയി മാറാൻ സാധിക്കും? ഒന്നുമല്ലാതായിരുന്ന ഒരു ഇടമായിരുന്നു നസ്രത്ത്. ഒരു സന്ദേശം കൊണ്ട്, ഒരു വചനം കൊണ്ട്, ഒരു വ്യക്തി കൊണ്ട് ഇന്ന് നസ്രത്ത് നിറമായി നിലാവായി മാറിയെങ്കിൽ, നാം ആകുന്ന നസ്രത്തുകൾ നിറമാവണമെങ്കിൽ രക്ഷകനായി ക്രിസ്തു നമ്മിലും ജനിക്കണം. നാം തന്നെയാണ് ക്രിസ്മസ്. യേശുവിനെ സ്വീകരിക്കാനായി നമ്മുടെ ഹൃദയം ഒരു പുൽക്കൂടായി മാറുമ്പോൾ, രക്ഷകനായ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് നാം സ്വീകരിക്കുമ്പോൾ നാം ഒരു ക്രിസ്മസ് ആയി മാറുകയാണ്. വരിക്കാട്ടിയായ വരിവിളക്കുകൾ വീടാതെയും ആടാതെയും അവനെ വളർത്തും. ഈ വരിക്കാട്ടിയായ നക്ഷത്രത്തിന്റെ വെളിച്ചത്തിൽ വലിപ്പച്ചെറുപ്പം നോക്കാതെ വന്നവർ അവന്റെ വലിപ്പം കണ്ട് തിരിച്ചറിവായി മാറുകയായിരുന്നു. ക്രിസ്തുവിലേക്ക് ഒരു വ്യക്തിയെങ്കിലും കടന്നു വരാൻ ഞാനൊരു വരിക്കാട്ടിയായി തീരുമ്പോൾ ഞാനൊരു ക്രിസ്മസ് താരമായി അവരെന്റെ വഴികാട്ടിയായി മാറുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിൽ താരകം പോലെ ഉണർവിന്റെ കാവൽക്കാരായി മാറാം. എന്റെ ജീവിതത്തിൽ ഏറ്റവും പരമമായ ലക്ഷ്യം ക്രിസ്തുവിനെ അന്വേഷിക്കുന്നതാണ്. കോവിഡ് മഹാമാരിയിൽ നിന്നും ഓരോ നിമിഷവും കാത്തുപാലിച്ച് ദാനമായി അവിടുന്ന് നൽകിയ ജീവിതത്തെ അവന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഞാനൊരു ജ്ഞാനിയായി മാറുന്നു. ഈ ദുരന്ത കാലഘട്ടത്തിൽ എന്റെ നാവിൽ ശാന്തിയുടെ ദൂത്, ആശ്വാസത്തിന്റെ ദൂത്, രക്ഷയുടെ ദൂത് തത്തിക്കളിക്കുമ്പോൾ ഞാനൊരു മാലാഖയായി മാറുന്നു. ഈ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തെ നന്മകളായി അലങ്കരിക്കുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം ഇവയൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുവർത്തിക്കുമ്പോൾ അവയെ കൊണ്ട് എൻ്റെ ജീവിതമാകുന്ന മരത്തെ ഫലവത്താക്കുമ്പോൾ ഞാനൊരു ക്രിസ്മസ് ട്രീയായി മാറുന്നു. ഇപ്രകാരം പ്രവാചക ശബ്ദങ്ങൾക്ക് ശേഷം 400 വർഷത്തെ സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ശബ്ദത കീറി മുറിച്ചുകൊണ്ട് അന്ന് ക്രിസ്മസ് രാവ് പെയ്തിറങ്ങിയതുപോലെ നല്ല വ്യക്തിത്വമായി നമ്മൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു സമ്മാനമായി സമർപ്പിക്കാം. എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. നന്ദി.